എന്നാൽ നിസ്കാരമുണ്ട്, പക്ഷേ സ്വഭാവം വളരെ മോശമാണെങ്കിൽ, പെരുമാറ്റം വളരെ മോശമാണെങ്കിൽ ഈ നിസ്കാരം കൊണ്ട് നമ്മളാരും രക്ഷപ്പെടാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്, നമ്മൾ മറ്റുള്ള ആളുകളുടെ രഹസ്യങ്ങൾ പരസ്യമാക്കുന്നത് അല്ലാഹുവിന് ഇഷ്ടമല്ല. അതേപോലെ നമ്മുടെ രഹസ്യങ്ങളും പരസ്യമാക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തത്, അല്ലാഹുമ്മ സ്തുർ ഔറാതിനാ, അല്ലാഹുവേ ഞങ്ങളുടെ രഹസ്യങ്ങളൊക്കെ നീ മറച്ചു വെക്കണേ അല്ലാഹ്. സ്വാഭാവികമായ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരുപാട് ന്യൂനതകൾ ഉണ്ടാവാം. ആരും ഇവിടെ പരിപൂർണരല്ല, ആരും ഇവിടെ പരിപൂർണരായ മനുഷ്യരല്ല. തെറ്റുകളില്ലാത്ത ആളുകൾ ആരാ ലോകത്തുള്ളത്? അങ്ങനെയുള്ള തെറ്റുകൾ നമ്മൾ രഹസ്യമാക്കി വെക്കുമ്പോ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, അള്ളാഹുവേ അല്ലാഹുമ്മസ്തുർ ഔറാതിനാ, ഞങ്ങളുടെ രഹസ്യങ്ങളും ഞങ്ങളുടെ ന്യൂനതകളും നീ മറച്ചു വെക്കണേ അല്ലാഹ്. നബിത്തങ്ങൾക്കൊക്കെ എന്തു രഹസ്യമാണുള്ളത്? നബിത്തങ്ങൾക്കൊക്കെ എന്ത് ന്യൂനതകളാണുള്ളത്? 24 മണിക്കൂറും ഒന്നുകിൽ കൂടെ ഭാര്യമാരുണ്ട്, അല്ലെങ്കിൽ സ്വഹാബാക്കളുണ്ട്. ഒറ്റയ്ക്കിരിക്കുന്ന ഒറ്റപ്പെട്ട സമയങ്ങളില്ല, ആരും കാണാത്ത സമയങ്ങളില്ല. പോകുമ്പോൾ കൂടെ ആളുകൾ, സംസാരിക്കുമ്പോൾ പൊറുക്കിയെടുക്കാൻ ആളുകൾ. എന്നിട്ട് പോലും അല്ലാഹുമ്മസ്തുർ ഔറാതിനാ, അല്ലാഹുവേ ഞങ്ങളുടെ ഐബുകളും ഔറത്തുകളും രഹസ്യങ്ങളും നീ മറച്ചു വെക്കണേ എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മളും